ബിഗ് ബോസ് കപ്പല്ലാതെ സിജോന്റെ ലക്ഷ്യം പെണ്ണ് കിട്ടുക എന്നുള്ളായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. ഇത് മറ്റേ കല്യാണം നടക്കണമെങ്കിൽ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ പോലെ അതെ അതൊരു സംഭവം അറിയോ. സീരിയസ്ലി ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി കൂടിയാണ് പോയത്. ഞാനിങ്ങനെ അടക്കം മിന്നായം പോലെ മനസ്സിൽ പോയിട്ടുണ്ട് ലവ് ട്രാക്ക് പിടിക്കണോ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ 2 വർഷങ്ങളുണ്ടാവും. ഒന്നിൽ ലവ് ട്രാക്ക് പിടിക്കുന്ന ആള് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ പാടം നോക്കിയിട്ട് അവര് പോകും. ലിനു എന്ത് ചെയ്യും, ലിനു പാടം നോക്കി ലിനു പോകും. രണ്ടും കിട്ടൂല. പാമ്പ് കൂട്ടത്തിൽ വിഷാറ് വീട്ടായി പോയ ആളുടെ പേര് പറയാമല്ലോ, മസ്താനി. 1.5 വിഷമാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അന്ന് എല്ലാവർക്കും അന്ന് ഞാൻ സപ്പോർട്ട് അർജുനെയാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അർജുൻ വിന്നർ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അകത്തെ മത്സരാർത്ഥികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ജാസ്മിൻ അവിടെ വിന്നർ ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സായി സ്നേഹം എന്ന് പരിഹരിക്കും. നേരെ തിരിച്ച് അവിടേക്ക് ഞാൻ പോകേണ്ടി വരും. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസിന് സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്നത് ശരിക്കും ഇപ്പോൾ താരതമ്യം വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ കണ്ടസ്റ്റൻസും സഹ മത്സരാർത്ഥികൾക്കും അത് അങ്ങനെ എല്ലാം തോന്നും. ശരി, മനസ്സിലുണ്ടായിരുന്ന ഇപ്പൊ അവനവൻ കപ്പ് എടുക്കണം തന്നെ ആഗ്രഹം എങ്കിൽ പോലും സീസൺ 6 വിന്നർ ആവേണ്ടിയിരുന്ന ആരായിരുന്നു? അല്ല, ഞാൻ ചിന്തിക്കുമ്പോ ഞാൻ എന്റെ അല്ല അത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ നമുക്ക് റീ എൻട്രി എന്നല്ല, നമുക്ക് ഫിനാലെ വീക്കിൽ നമ്മൾ പോകില്ലേ. ഇപ്പൊ ഫിനാലെ വീക്കിൽ പോകുമ്പോഴത്തേക്കും അപ്പൊ നമുക്കറിയാമല്ലോ ഞാനല്ല ഇതിന്റെ കപ്പടിക്കേണ്ട ആൾ ഞാനല്ല, കാരണം അതിനകത്തുള്ള 5 പേരിൽ ഒരാളല്ലേ വിജയിക്കുള്ളൂ. അന്ന് എല്ലാവർക്കും അറിയാം, അന്ന് ഞാൻ സപ്പോർട്ട് അർജുനെയാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അർജുൻ വിന്നർ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിന്നീട് എനിക്ക് സീസണെ പറ്റി, അതായത് ഞങ്ങളുടെ സീസൺ എന്താണെന്നും ഞങ്ങളുടെ സീസൺ പുറത്ത് എങ്ങനെയാണ് വന്നതെന്നും അകത്തെ മത്സരാർത്ഥികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ജാസ്മിൻ അവിടെ വിന്നർ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. അതെ, കാരണം ഏറ്റവും കൂടുതൽ അത് ഈ ഷോ കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളുടെ ജീവിതത്തെ ഇങ്ങനെ വിൽക്കുക എന്നൊക്കെ പറയും. ആ ആംഗിളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അങ്ങനെ ആരുടെയും ചെയ്യില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബിഗ് ബോസിൽ പോയത് കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം അങ്ങ് ഈ ജ്യൂസ് അടിക്കുന്ന പോലെ അങ്ങ് അണ്ടിയാക്കി കളയുന്ന പരിപാടി പറ്റില്ല. ബിഗ് ബോസിൽ പോകുന്ന സൗഹൃദമുള്ള ഒരാള് ജാസ്മിനാണ്. ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. അപ്പൊ നമ്മളത് നമുക്കറിയാമല്ലോ, നമ്മളൊരാളെ മനസ്സിലാക്കുമല്ലേ. നമ്മൾ ബിഗ് ബോസ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചിന്തിക്കുക, എല്ലാം ഗെയിമാണ്. ഇവരും കള്ള വരയ്ക്കാൻ പറയുന്നത്, ഞാനും കള്ള വരയ്ക്കാൻ പറയുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുക. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ സൗഹൃദം കിട്ടുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ വിന്നർ ആവണമെന്നുണ്ട്. ഈ റീ എൻട്രി വന്നു, അല്ലെങ്കിൽ കപ്പ് സംഭവിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ നേട്ടങ്ങൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ബിഗ് ബോസിന് കിട്ടിയ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ളത് സായി ആണോ? നമുക്കൊരു സൗഹൃദം സായിയാണ്, അവന്റെ സൗഹൃദമാണ് നമുക്ക്. കാരണം നമ്മൾ അത് എനിക്ക് മാത്രമല്ല, ലൈക്ക് ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഇപ്പൊ അവനതറിയാം. ഇപ്പൊ എനിക്ക് ലിനുവിനും ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു, അത് ഏറ്റവും കൂടുതൽ പരിഹരിക്കുന്നത് തന്നെ സ്നേഹയും സായും ചേർന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ എനിക്ക് നന്നിട്ട് ഞാൻ എന്റെ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സായി സ്നേഹം എന്ന് പരിഹരിക്കും. നേരെ തിരിച്ച് അവിടേക്ക് ഞാൻ പോകേണ്ടി വരും. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. ഒരു ദിവസം കോമഡി ഉണ്ടായ നമ്മുടെ സിബിന്റെ കല്യാണത്തിന് വെച്ചിട്ട് മറ്റേ ലിനു സ്നേഹം കൂടി സംസാരിച്ചിരിക്കുക. അപ്പോൾ ലിനു വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, സായ് കുറച്ചുകൂടെ നല്ല, അതായത് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവാനുണ്ട്, അവൻ കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആണ്, ഈ മാസ പരിപാടി ഒന്നും പറ്റില്ല, ഞാൻ സായിന്ന് ഉപദേശിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, എന്ത് ഉപദേശിക്കാൻ പോണേ? അല്ല, സായി കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണെന്നൊക്കെ പറഞ്ഞു, ഇത്രയും ദേഷ്യമൊന്നും വേണ്ടെന്നൊക്കെ ഉപദേശിക്കാൻ വേണ്ടി പോവാ. ഞാൻ പറഞ്ഞാൽ ശരി. അപ്പം ലിനു പോയിട്ട് നേരെ ഞാൻ നോക്കുമ്പോഴത്തേക്കും സായി ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട്, അത് സായിൽ അടിക്കണം ഭയങ്കര. അപ്പൊ ലിനു അങ്ങനത്തെ ആളാണ്, എനിക്ക് പേഴ്സണലി അറിയാം. ലിനു പുറമേ അങ്ങനെ അല്ലെങ്കിലും ആളിത്തിരി ഒരു മാസ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. സായി നേരെ വിളിച്ചിട്ട്, സായി മേലെ ഇനി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉപദേശം. അപ്പം സായി അല്ല ലിനു അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് സായി നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ മാറി നിന്നെല്ലാം കണ്ടോണ്ടിരിക്കുക. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനിലും കൂടെ പൊരിഞ്ഞടി, ഞങ്ങളത് മുട്ടനടി. അപ്പൊ നേരെ സായി വന്നിട്ട്, അതെ നേരത്തെ തന്നെ ഉപദേശിച്ച ആളാ, അത് സ്വയം അങ്ങനെ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കൊച്ചിലേ പറയുമല്ലോ, നമ്മൾ വലുതാകുമ്പോ നമുക്ക് വരുന്ന പാർട്ട്നേഴ്സും കമ്പനി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, വലിയ സർക്കിൾ, വലിയ ഫാമിലി ആവുന്നുള്ള ശരിക്കും ആ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. അല്ല, അത് ബ്ലെസ്ഡ് മാത്രമല്ല, ഇത് വേറെ സംഭവം ഉണ്ട്. നമുക്കിടത്ത് ചില പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ഇപ്പൊ സായിയുടെ സ്നേഹയുടെ എന്റെ ലിനുവിനും പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ സായി ഇല്ല കോള്, ഞാൻ ലിനു സ്നേഹം കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ വീഡിയോ കോൾ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, ഞങ്ങൾ പോവാ, ഞങ്ങൾ നവംബറിൽ ട്രിപ്പൊക്കെ പോവാ. അപ്പൊ സ്നേഹം ഇങ്ങനെ, ശരി പൊക്കോ. അപ്പൊ ലിനുവും പറയുന്ന പൊക്കോ. ഇവരുന്ന് ഇങ്ങനെ പറയണേ. അപ്പൊ ലിനു എനിക്ക് പറഞ്ഞു, തനിക്ക് പോകണമെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ പറഞ്ഞു, എന്ത് വേണം, ഞാൻ ടിക്കറ്റ് എടുക്കണം, അത് വേണം, പാസ്പോർട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞ പാസ്പോർട്ട് വേണം, തന്റെ പാസ്പോർട്ട് എൻ്റെ അടുത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞേ, അതെപ്പോഴും എൻ്റെ അടുത്തായത് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വെച്ചേക്കും. അപ്പൊ സ്നേഹപ്പുറത്ത് തിരിച്ചോണ്ടിരിക്കുക. ഞാൻ എന്ത് പറ്റി?
സായുടെ പാസ്പോർട്ട് എൻ്റെ അടുത്ത് വിടത്തില്ല, ഇനി നിങ്ങൾ പോകണമെന്ന് കാണല്ലോ. കൊണ്ട് കാണാം. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ഉപദ്രവങ്ങളും ഉണ്ട്. അത് വേറെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ റൊമാൻറ്റിക് അല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും പിടക്കന്നെ സ്നേഹം വിളിക്കും. അതെ സിജു ആ ചെയ്ത് ശരിയായില്ല കേട്ടോ. അവിടെ പോയി ഇപ്പൊ ഞാൻ ചില റീലൊക്കെ എടുക്കും, അതായത് മറ്റു പെൺകുട്ടികളുടെ റീലെടുക്കും. അപ്പൊ ഇവരെന്നെ എല്ലാം കൂടി ഇട്ട് അത് ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എനിക്ക് ചില ഇപ്പൊ സായൂസ് തന്നെ വിളിച്ചു പറഞ്ഞ് അടുത്ത വീഡിയോ ലിനുവായിട്ട് എടുക്കണം. അങ്ങനെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റീലെടുത്തു, ഞാൻ ലിനുവും കൂടെ. അപ്പൊ ലിനു എന്നെ വിളിച്ച് പറയണം ഈ റീലിനകത്ത് താൻ എന്നെ ഉമ്മ വെക്കണം. ഞാൻ പറഞ്ഞ ഉമ്മ വെക്കാം, ഒരു മോച്ചാ പോരാ, 3-4 ഉമ്മ വെക്കണം, കടം വീട്ടണം. അപ്പൊ അങ്ങനെ അപ്പൊ രസമായിട്ടോ, നമ്മളത് എൻജോയ് ചെയ്യും. അപ്പൊ അതൊക്കെ അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കുറച്ചുകൂടി ബ്ലെസ്ഡ് ആയിരുന്നു സംഭവം എന്നുള്ളത്. ഈ ബിബിയിൽ വരുന്നവർക്ക് ഓരോ ഉദ്ദേശമുണ്ട്. അതിൽ പറയുന്നവർ പലവര് ചിലപ്പോൾ സിനിമയായിരിക്കും കൂടുതൽ പറയുന്നുണ്ടാവുക, ഇതല്ലാത്ത രീതിയിലേക്ക് വ്യക്തി താല്പര്യങ്ങൾ പറയുന്നവരുണ്ട്, ചിലരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. സിജു ശരിക്കും ലക്ഷ്യം എന്തായിരുന്നു? ബിഗ് ബോസ് കപ്പ് അല്ലാതെ സിജോന്റെ ലക്ഷ്യം പെണ്ണ് കിട്ടുക എന്നുള്ളായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. ഇത് മറ്റേ കല്യാണം നടക്കണമെങ്കിൽ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ പോലെ. അതെ സംഭവം അറിയോ, ഞാൻ ഈ ബിബിയിലേക്ക് വരുന്ന സമയത്ത് അപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ അച്ഛൻ്റെ ലിനുണ്ടിക്ക് ഞാനിങ്ങനെ പറഞ്ഞു, എടോ ഞാൻ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് പോവാം. അതിന് മുമ്പ് അപ്പം ഞാൻ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോഴത്തേക്ക് എന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് ഇപ്പോഴേ വന്ന് വീട്ടിൽ ഒന്ന് ബോധ്യപ്പെടുത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പോവുക. അപ്പോൾ പപ്പയും മമ്മിയൊക്കെ ആണെങ്കിൽ തന്നെ ഓക്കെ എല്ലാം സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജോലി എന്താ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, ഇതേ ഉള്ളൂ. ഞാൻ പഠിച്ചത് BEd ആണ്, അപ്പൊ ഞാൻ ടീച്ചറല്ല. അപ്പൊ പപ്പയൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് സ്കൂളിൽ ജോലിക്ക് കയറിക്കൂടെ. അപ്പൊ എനിക്കൊന്ന് ബോധ്യപ്പെടുത്തണം എന്ത് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വലിയ വലിയ ലെവലിലേക്കൊക്കെ നാളെ എത്താൻ വേണ്ടി പറ്റുന്ന അവരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്താൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമാണ് അല്ലേ, ലാലേട്ടൻ ഉണ്ട് അപ്പുറത്ത്, വലിയ വലിയ ആൾക്കാർ പുറത്ത് പോകുമ്പോഴത്തേക്കും സിജോ പോകണമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മരുമോനെ കുറിച്ച് അഭിമാനം, മരുമോൻ ഒരു വലിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ, നമുക്കറിയാം സെലിബ്രിറ്റിയുടെ വില എന്താന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കി ഉണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്കും കപ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കല്യാണം വരെയൊക്കെ നടക്കണേ എന്നൊരു എനിക്ക് കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി കൂടിയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ബിഗ് ബോസിൽ പോയി ആദ്യത്തെ. ഇത് ശരിക്കും അതിലെ ലവ് ട്രാക്കുകൾ പലരും പറയാറുണ്ട്, ലീനു എന്നൊരു പുറത്തൊരാൾ, ലീനു എന്ന ഭീഷണിയുള്ള ഒരാൾ പുറത്തൊരാളില്ലായിരുന്നെങ്കിൽ ലവ് ട്രാക്ക് പിടിക്കുമായിരുന്നോ? അല്ല സംഭവിക്കുമായിരുന്നോ? അല്ല ലിനുവിന് ഇപ്പോ അങ്ങനല്ല. ഇപ്പൊ ഞാൻ ഒരാളെ പ്രേമിച്ചിട്ട് അകത്തേറി ഇപ്പൊ ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് സെറ്റാണ്, ഞാൻ അയാളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ അകത്ത് പോയി ലവ് ട്രാക്ക് പിടിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ ബിഗ് ബോസ് ചെന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ അടക്കം മിന്നായം പോലെ മനസ്സിൽ പോയിട്ടുണ്ട്, ലവ് ട്രാക്ക് പിടിക്കണോ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ 2 വർഷങ്ങളുണ്ടാവും. ഒന്ന് ലവ് ട്രാക്ക് പിടിക്കുന്ന ആള് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ പാടം നോക്കിയിട്ട് അവര് പോകും. ലിനു എന്ത് ചെയ്യും, ലിനു പാടം നോക്കി ലിനു പോകും. അപ്പൊ രണ്ടും കിട്ടൂല. അതിനേക്കാളും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് വേറൊരാളെ വളക്കാൻ നിൽക്കണം. അത് ഭയങ്കര പാടുള്ള. എപ്പോഴെങ്കിലും ലിനു എടുത്ത് പറഞ്ഞിരുന്നോ, ലിനു ഞാൻ അതിന്റെ അകത്ത് പോയിട്ട് പല സ്ട്രാറ്റജി ഇറക്കും, ചിലപ്പോൾ ലവ് ട്രാക്ക് പിടിച്ചേക്കാം, ഇതൊന്നും സീരിയസ് ആക്കി എടുക്കരുതെന്നൊരു സൂചന കൊടുത്തു പോയിട്ട് ജാമ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ലവ് ട്രാക്ക് ഒഴിച്ച് ബാക്കി എന്തോ ആവാം. അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതാണ് വേണ്ടത്. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പിടിക്കാൻ പാടില്ല. അതായത് കെട്ടിപ്പിടിക്കരുത്, അത് പ്രത്യേകിച്ചുണ്ട്, എവിക്റ്റ് ആകുന്ന സമയത്ത് കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് പറഞ്ഞ ആള് ലവ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിറത്തിലൊക്കെ അടിച്ചു വീടുള്ള ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കേരളത്തില് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേരിലൊന്ന് ആലപ്പുഴയാണ് അല്ലെ. സിജോന്റെ ഭയങ്കര റഫായിട്ട് റൂഡായിട്ടുള്ള വേർഷൻ ഉണ്ട്. സിജോനിൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് വിലയിരുത്തിയിട്ടുള്ളത് എന്താ? ഭംഗിയുള്ളത് ഞാൻ നല്ല സുഹൃത്താണ് എല്ലാവർക്കും. അതായത് ഇപ്പൊ എന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ആർക്ക് എന്തൊരു ആവശ്യം വന്നാലും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാറുണ്ട്. അപ്പൊ എനിക്കത് എന്റെ ക്യാരക്ടറല്ല ഉദ്ദേശം. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ആലപ്പുഴക്കാരനായതുകൊണ്ട് ആലപ്പുഴ ഭംഗിയുള്ള സ്ഥലമാണ്. സിജോനിലെ എപ്പോഴും ആളുകൾ ഭംഗിയുണ്ടെന്ന് പറയാറുള്ളത് എന്താ? ഞാൻ പറയുന്നത് അതെ, എന്റെ സൗഹൃദത്തിന്റെ ഒരു കാര്യം ഞാൻ എല്ലാവരും പറയാറുള്ളത്. ബിക്കോസ് ഇപ്പോ ഞാനിപ്പോ ഒരാളായിട്ട് സൗഹൃദം വെച്ചു, ജസ്റ്റ് കോൺടാക്ട് വെച്ചു, നാളെ അവരിപ്പോ എന്നെ വിളിച്ചിട്ട് ഒരു സിജോ ഇന്നൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. എന്ത് കാര്യമാണെങ്കിലും നമ്മളത് നടത്തി കൊടുക്കാനായിട്ട്, സാമ്പത്തികമാണെങ്കിൽ കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്.
അല്ലെങ്കിൽ എന്താവശ്യം പറഞ്ഞാലും അതൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ കൊച്ചു വന്നപ്പോഴത്തേക്കും സായി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മൊബൈലിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അതെനിക്കൊന്ന് സഹായിക്കണം. നമ്മളൊക്കെ സഹായിക്കും. അത് നമ്മൾ ഒരിക്കലും ഞാൻ അതിനകത്ത് ഒരു സുഹൃത്താണെങ്കിൽ ഞാൻ അതിനകത്ത് ഇല്ല പറ്റില്ല എന്നെനിക്ക് പറയാൻ തോന്നാറില്ല. അതെനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഒരു ക്യാരക്ടർ. ബിക്കോസ് ഇപ്പോൾ ഞാനും ചിന്തിക്കും നാളെ നമുക്ക് ആവശ്യം വന്നാൽ അവർ നമ്മുടെ കൂടെ സാമ്പത്തികമല്ല കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പോട്ടെ ഞാനുണ്ട് കൂടെ എന്ന് പറയാനായിട്ട് ഒരാളുണ്ടാവില്ല. അത്രേ ഉള്ളൂ, നമ്മൾ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഫാമിലി ലൈഫിലാണെങ്കിലും അല്ലാണ്ടും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്റ്റിൽ ഇപ്പോഴും എനിക്ക് കുറേ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ പ്രോബ്ലംസ്, എനിക്ക് ആരും അറിയാത്ത കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ഒരിക്കലും പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എനിക്കൊരു പേടിയാണ് എപ്പോഴും. നാളെ എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് നാളെ വലിയൊരു സങ്കടം വരുന്നൊരു പേടി എന്നെ എപ്പോഴും അലട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, കുറേ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് 10 പേര് അറിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെങ്കിലും നമ്മുടെ ഓടി വന്ന് ഓക്കെ അല്ലാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ആ സൗഹൃദങ്ങൾ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതും കൂടെ കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നത്. ഈ ഒരാളെ വേദനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മോശം വാക്കുകൾ പറയണമെന്നില്ല, സ്നേഹത്തോടെ പെരുമാറിയാലും വേദന ഉണ്ടായിരിക്കും. ഇമോഷണലായിട്ടും ശരിക്കും ഏറ്റവും വീക്ക് പോയിന്റ് എന്താ, തളർത്താൻ പറ്റിയത് എന്താ സിജോനെ? സിജോ വീണ് പോണത് എവിടെയാ? ഞാൻ വീണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കും, ഫാമിലി ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ ഞാൻ ബിഗ് ബോസ് അതിനെ പറ്റി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ എഗെയിൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ അതായത് പുറത്തുള്ള ആൾക്കാർ എന്നെ പറ്റി എന്ത് പറയുന്നു, എന്ത് ഡയലോഗ് അടിക്കുന്നുള്ളത് എൻ്റെ വിഷയമൊന്നുമല്ല. അപ്പോൾ കമന്റ് ബോക്സ് വന്ന ആൾക്കാർ എന്ത് സംസാരിച്ചാൽ എൻ്റെ വിഷയമൊന്നുമല്ല, വിളിച്ച് കുവിയാൽ എൻ്റെ വിഷയമൊന്നുമില്ല. ബിക്കോസ് എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, ഞാൻ എന്താ ചെയ്യുന്നത് എന്താ കാര്യം എന്നുള്ളത് അറിയാം. അതിൻ്റെ പ്രോബ്ലം അല്ല. ബട്ട് എൻ്റെ വീട്ടിൽ 3 ആൾക്കാരുണ്ടല്ലോ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ, എൻ്റെ ഭാര്യ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛൻ, അപ്പോൾ ആ ഒരു പോയിന്റിൽ അവിടെ ചില പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എനിക്ക് വീക്കെന്നല്ല. അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനായിട്ട് ഒരുപാട് ഒട്ടുമേ ക്ലോസ്ഡ് അല്ല. ഞാൻ ബിഗ് ബോസിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ അച്ഛൻ ഇനി നന്നായിട്ട് നിൽക്കും, ഓക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായി അതങ്ങനെയല്ല, അത് ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരിതാണ്, ടെമ്പററി ആണ്. അപ്പം അത് അങ്ങനെയല്ല, ലൈഫ് ലോങ് അങ്ങനെ ആകാൻ ചാൻസ് ഇല്ല എന്ന് അറിയുന്നൊരു മൊമെന്റ് ഉണ്ട്. അപ്പം നമ്മളതിനകത്ത് നമ്മളപ്പോൾ വീക്കാവും, ശ്രമങ്ങൾ നടക്കാതെ വരുന്നു. അതെ, ആ ശ്രമങ്ങൾ വിജയിക്കില്ല നമുക്ക് ഉറപ്പാകുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ലിനുവിൻ്റെ പപ്പ, ഞാൻ എൻ്റെ പപ്പ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ലിനുവിൻ്റെ പപ്പയുടെ ഭയങ്കര ക്ലോസ്ഡ് ആണ്. ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. ബിക്കോസ് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്തൊരു ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു റെസ്പെക്റ്റുമാണ് ഭയങ്കര. അതായത് പപ്പ എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം ഒരു ഏജ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ ലിനു ആ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. അപ്പോൾ നമ്മൾ നോക്കുമല്ലോ, അതായത് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് അദ്ദേഹത്തോട്. അതേ സമയത്ത് ഭയങ്കര ഉള്ളിനുള്ളിൽ ഭയങ്കര സ്നേഹമാണ്, ഒരു ഭയമുണ്ട് എനിക്ക്, അതെല്ലാം ഉണ്ട്. അപ്പോൾ പപ്പയെടുത്ത് ഞാൻ ഒരുപാട് തമാശകൾ, എപ്പോഴും ഞാൻ തമാശകൾ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ തമാശ വർക്കാവോ ഇഷ്ടപ്പെട്ടില്ല. അതായത് ഞാൻ ഒരു ചെറിയ തമാശ പറഞ്ഞാൽ തമാശ പോലും പുള്ളിക്ക് ഇഷ്ടക്കേടാകാൻ പാടില്ല, ഞാനുമായിട്ടുള്ള സ്നേഹം ബ്രേക്ക് ആകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് മിണ്ടുന്ന എപ്പോഴും ലിനൊരു പപ്പ എടുത്താ. ബിക്കോസ് എനിക്ക് ആ പപ്പയായിട്ടുള്ള അടുപ്പം ഒരിക്കലും പോകാൻ പാടില്ല എന്ന് എനിക്ക്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പപ്പയുണ്ട്. ഞങ്ങൾ എപ്പോഴും മാസങ്ങളിൽ കൂടുന്നൊരു കൂട്ടുകാരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പുള്ളിയോട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ നമുക്ക് മിസ്സാകുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അതെനിക്ക് അവിടുന്ന് കിട്ടാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ സൗഹൃദം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നാണ് എനിക്ക് മിസ്സായ കുറച്ച് എലമെന്റ്സ് അവിടുന്ന് കിട്ടുന്നത്. അപ്പം ഞാനത് പിക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ പോയാലേ പറ്റുള്ളൂ, എൻ്റെ സുഹൃത്തുക്കളോട് കൂടിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പപ്പാനെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീക്കാകുന്നത് അവിടെ മാത്രമാണ്, അല്ലാണ്ട് അവിടെ മാത്രമേ എനിക്ക് സൗഹൃദങ്ങളും സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയും. അതെ അല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ വീക്ക് പോയിന്റ് ആണെങ്കിൽ തന്നെ ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ലൈഫ് ലോങ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ലൈഫ് ലോങ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എനിക്ക് ഒന്നുമേ കിട്ടാനില്ല. അതങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു വിരൽ മുറിഞ്ഞു പോയി, അപ്പൊ നമുക്കറിയാം ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല, അപ്പൊ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച പോയി. അപ്പൊ ഞാൻ അങ്ങനെ ജീവിച്ചാലേ ഇനി പറ്റുള്ളൂ, നഷ്ടങ്ങളിൽ ഓർത്ത് ഇതാക്കേണ്ട ഒരു കാര്യമില്ല. അതിപ്പോ നമ്മുടെ ഇപ്പോൾ ഞാൻ പണ്ട് കേട്ടുള്ള കാര്യമാണ്, എനിക്ക് ഒരു ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ സങ്കടമായിട്ട് കണക്കാക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഒരു മകൻ ജനിച്ചിട്ട് ആ മകൻ മരിച്ചു പോവുകയാണ്. ആ അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത് അത് മകളെന്നല്ല പറഞ്ഞത്, മകൻ എന്നാ പറഞ്ഞത്. മേ ബി അമ്മയ്ക്ക് മകനോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്നൊരു തിയറി വെച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് ഭയങ്കര ഒരു വലിയ സങ്കടമാണ്. പക്ഷെ ആ അമ്മ പോലും നാളെ ചിരിക്കുന്നൊരു സന്ദർഭം വരും, എല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സന്ദർഭം വരും. അതങ്ങനെയാണ്. അപ്പം ഞാൻ അന്ന് പണ്ടെപ്പോഴോ ഒരു ടീച്ചർ പറഞ്ഞ കഥയാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഓക്കെ, നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ തന്നെയും
അതേ പിടിച്ച് നമ്മൾ തൂങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് ചെയ്ത് പോയേ പറ്റൂ. ഉറപ്പാണ്. ഇപ്പോൾ എനിക്ക് ഒരു നഷ്ടമുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഒരിക്കലും ശരിയാവത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണെങ്കിൽ ഞാൻ അതോർത്ത് സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല, അതിൽ സ്റ്റക്ക് ഓൺ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യുക, അതങ്ങ് വിട്ട് കളയുക, അതങ്ങ് വിട്ടിട്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല, സന്തോഷമാണ്. ഈ മനുഷ്യനെ എപ്പോഴും മൃഗങ്ങളോട് ഉപമിക്കുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അതായത് മൃഗങ്ങൾ കാണിക്കുന്ന അവരുടെ എന്താണ് വിശേഷങ്ങൾ അത് ചിലപ്പോൾ പലപ്പോഴും മനുഷ്യൻ കാണിക്കാറുണ്ട്, മനുഷ്യ മൃഗാവെന്ന് വരെ പറയാറുണ്ട്. സോ സീസൺ 7 എത്തി നിൽക്കുന്ന സമയത്ത് അത്തരത്തിൽ ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് തരാം. സോ സീസൺ 7 അത് ആരാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. സീസൺ 7 ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് തന്നെ നമുക്ക് അത്ര പല ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട്, പല സ്വഭാവം കാണുന്നുണ്ട്. അത്തരത്തിൽ ഞാൻ കുറച്ച് ഇമേജ് കാണിക്കാം. അപ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് വരണം, അത് രണ്ടും വരണം. സീസൺ 7 വരണം. സോ ഫസ്റ്റ് ഓന്ത് സീസൺ 7 എനിക്ക് ഓന്തായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ബിന്നി അല്ലെങ്കിൽ അക്ബർ, അങ്ങനെ. കാരണം ബിന്നിയുടെ പേര് ഞാൻ ആദ്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിനെ ഇപ്പോൾ ഓൾറെഡി അവിടെ ആ ഒരു പേര് വിളിക്കുന്നുണ്ട്. അത് ബിന്നി തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുത്, എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഇഷ്യൂ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആദ്യം അനുമോളെ എതിർക്കുന്നു, അല്ല ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളെ എതിർക്കുകയാണ്. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആലട്ടം വന്ന് അനുമോളെ പൊരിക്കുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു, ജിസേലിൻ്റെ ആര്യൻ്റെയും കൂടെ തന്നെ ബിന്നി നിൽക്കുകയാണ്, റെനെ ഉണ്ട് ആ കൂട്ടത്തിൽ. പിന്നീട് വൈൽഡ് കാർഡ്സ് വന്നപ്പോഴത്തേക്കും അനുമോക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുകയാണ്. അപ്പം നൈസായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ആരും ജിസീനും തമ്മിൽ അനുമോൾ പറഞ്ഞത് ശരിയാണോ എന്നൊരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് വലിയൊരു ടോപ്പിക്കാണ്, ആ വലിയ ടോപ്പിക്കിൽ തന്നെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതത്ര, അല്ലെങ്കിൽ നമ്മൾ എടുത്ത സ്റ്റാൻഡിൽ തന്നെ കുറച്ച് നിൽക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ബിന്നിയുടെ പേര് ഞാൻ പറയാം. പിന്നെ അക്ബറിന്റെ പേര് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ഈ സാധനം ഈ കുത്തുത്തി പരിപാടി അക്ബർ അത്യാവശ്യം നന്നായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആവാറുണ്ട് കേട്ടോ, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ഗെയിമിന്റെ ഭാഗമാണ്. കാരണം ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സീസണകത്ത് ഓന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തമാശ രൂപേണ ഞാൻ പറയാം. അതായത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് നന്നായിട്ട് നിന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനാണ്. കാരണം അത് ഇപ്പോഴും ഞാൻ പറയണത് കുറ്റപ്പെടുത്തലായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ കാരണം 100 ദിവസം അവിടെ 100 ദിവസം ഒറ്റ കളറാണ്, പക്ഷെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വേറെ കളറായി. ആ രീതിയിൽ അങ്ങനെ തോന്നി വരുന്നത്. യെസ്. സോ നെക്സ്റ്റ് ചൊറുത്തവള. ഈ സീസണിൽ ആ പേര് എനിക്ക് തോന്നി അനീഷിനാണ്. അത് നല്ലതാണ്, കാരണം ഈ ചൊറുത്തവള എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചൊറിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ചൊറിയണം. അനീഷ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട്, അതായത് മറ്റുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. അനീഷ് റിയൽ ലൈഫിൽ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് അനീഷ് ഇപ്പോൾ കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, അത് റിപ്പീറ്റ്ലി പറയാം, 10 വട്ടം ഒരു സംഭവം പറയാം. അതായത് അനീഷിനെ പോലത്തെ ഒരാൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് നല്ലതെന്തെങ്കിലും പറയാനുണ്ടാവും. ചിലപ്പോൾ അനീഷിനെ ഓപ്പോസിറ്റ് പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ കൗണ്ടർ ചെയ്ത് ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അനീഷ് അത് പറയിപ്പിക്കില്ല, ചൊറിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് അത് അനീഷിനെ അതെനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്, നെഗറ്റീവായിട്ടല്ല. ഇനി ഞങ്ങളുടെ സീസണിൽ അത് രതീഷ് ഏട്ടനായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വീക്കിൽ അത് പുള്ളി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാണ് അതിനകത്ത് അങ്ങനെ ആയത്. കാരണം പുറത്ത് എൻ്റെ അടുത്ത് അതിനെ കാണുമ്പോൾ ഉടനെ നമ്മൾ എടാ എന്നും പറഞ്ഞ് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും, നമുക്ക് ഭയങ്കര സ്നേഹമാണ് പുള്ളിയെ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മനുഷ്യൻ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിന്നാൽ പോരായിരുന്നു, നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്നാണ് ഇത്രയും നമ്മളിങ്ങനെ ചൊറിഞ്ഞു. അതായത് നിങ്ങൾ കണ്ടതിൻ്റെ 10 ഇരട്ടി പുള്ളി അതിനകത്ത് നമ്മളെ ചൊറിഞ്ഞിട്ടുണ്ട്. ഞാൻ രതീഷേനോട് തന്നെ സമയത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വരുന്നുണ്ട്, അതായത് എല്ലാവരും കണ്ടസ്റ്റൻസ് ആയി നിൽക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള സ്വാർത്ഥത ഉണ്ടാവും. ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവരാർ കപ്പടിക്കുന്നുണ്ടാവും, പുറത്തിറങ്ങി കഴിഞ്ഞാലും ഞാൻ ഇത്ര ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം പറയാൻ നിൽക്കുന്നത്. പക്ഷേ ആള് തന്നെ ഏറ്റവും കൂടുതൽ സംസാരം കേട്ടിട്ടുള്ളത് വിന്നറിനെ പറ്റിയിട്ടാണ്. ആള് വിന്നറാൻ്റെ ഭയങ്കര പാവ മനുഷ്യരാ. അപ്പോൾ എന്നിട്ട് പക്ഷെ പുള്ളിക്ക് തന്നെ ആള് തന്നെ പേര് പറഞ്ഞിട്ട് വീട് കരഞ്ഞ കോമഡി ആയിരുന്നു. അത് ഒരു സെന്റി രതീഷേട്ടൻ എന്നെ വന്ന് കണ്ടിട്ട് പുള്ളി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പറഞ്ഞ് സങ്കടപ്പെട്ടടാ, എൻ്റെ പേരോ മറന്നടാ. അത് വേറെ ഒന്നും പുള്ളി പറഞ്ഞില്ല. അത് നമ്മുടെ സിബിൻ്റെ പരിപാടിക്ക് പുള്ളിൻ്റെ അടുത്ത് നേരെ വന്നിട്ട് അപ്പം എന്നെ ഇപ്പോൾ സിജോപ്പ തന്നെ വിളിക്കുക. എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് സിജോപ്പ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്താണ് ചേച്ചിനെ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുലികളുടെ കാര്യമൊക്കെ എനിക്ക് പറയാം. അവിടെ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഫുഡ് എടുത്തിട്ട് എടാ അവൻ എൻ്റെ പേര് മറന്നു പോയടാ,
എന്ന് പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ കണ്ണിങ്ങനെ, അതായത് പുള്ളിക്ക് അത്ര സൗഹൃദം ആ വ്യക്തിയായിട്ട് ഉണ്ടായിരുന്നു. അത് തുറന്നു പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ അത് പുള്ളിക്ക് അങ്ങനെ ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് ആ ചുരുത്തവള. പക്ഷെ ഇതൊന്നും രതീഷ് ചേട്ടൻ ജീവിതത്തിൽ ഇത്രയും പാവമായിട്ട് അതിന്റെ അകത്തു നിന്ന് എന്തിനാണ് ഇത്രയും ചൊറിഞ്ഞ് ഇത്രയും കോണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സീസണിൽ ഏറ്റവും പാവപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ചേട്ടനാണ്. ആൾ കൊണ്ടുവന്ന സ്ട്രാറ്റജി മാത്രം പുള്ളിക്ക് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളി വിക്റ്റായി പോയി. ഒന്നും ചെയ്യാനും പറ്റില്ല. എന്താ വെച്ചാൽ അത് രണ്ടുപേരും തൃശ്ശൂരുമാണ്, അലീഷ് രതീഷ്. യെസ്. ആൻഡ് യാ, പാമ്പ് കൂട്ടത്തിൽ വിഷം ഈ സീസണിൽ വിഷം ഐ തിങ്ക് വിക്റ്റായി പോയ ആളുടെ പേര് പറയാമല്ലോ, മസ്താനി. ഒന്നൊന്നര വിഷമാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. എനിക്ക് മസ്താനി എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല. റിയൽ ലൈഫിൽ അവർ അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ബിഗ് ബോസിൽ കളിച്ച ഒരു ഗെയിം എന്ന് പറയുന്നത് അത് പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിട്ടാണ് ഗെയിം കളിച്ച്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ അനീഷിൻ്റെ തന്നെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അനീഷ് ഡിവോഴ്സ് ആയി പോയതിൻ്റെ റീസൺ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പേഴ്സണൽ ലൈഫാണ്. അതങ്ങനെ ഒരിക്കലും എടുത്തിടാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ക്ലോസ്ഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ്. വേറെ അത് എവിടെന്നെങ്കിലും ഒരു കഥ കേട്ടിട്ട് ഒരാൾ ബിഗ് ബോസ് കൊണ്ട് പറയാണ് നിന്റെ കയ്യിരിപ്പോണ്ടാണ് നിന്റെ അപ്പൻ അങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കേ അതിൻ്റെ ഒരു എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമുക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പേഴ്സണൽ ലൈഫ് എടുത്ത് കാച്ചുന്നത് ഒട്ടും ശരിയായിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ ഈ സീസൺ 7 അത് മസ്താനിയാണ്. അടുത്ത കൂട്ടുകാരിയാണല്ലോ. ഞാൻ റോഹം ബ്രോന്റെ ഇന്റർവ്യൂ വിളിക്കുന്നില്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് മറ്റേ ഞാൻ റോഹം ബ്രോ എന്ന് സേവ് ചെയ്തേക്കണം. അപ്പൊ റോഹം ബ്രോ കോളിങ്. അപ്പൊ എനിക്ക് ആദ്യം വന്നറിയാവോ, മസ്താനി നീ കപ്പടിച്ചിട്ട് കാണാന്ന് പറഞ്ഞിട്ട്. അല്ല, നമ്മള് ഇപ്പൊ നമ്മുടെ നാളെ കൂട്ടത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഷോയുടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന എല്ലാവരും ഇതാ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ കിട്ടുന്ന നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ആൾക്ക് BB മെറ്റീരിയലായാലും പറ്റുന്ന ഒരാളാണ് ആൾ. അങ്ങനത്തെ തരത്തിൽ വ്യക്തിഗത ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുമ്പോൾ പറയില്ല. അപ്പം ആളങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അല്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം. നമ്മൾ ചെയ്യുന്ന എന്തിനെയോ പുറത്ത് കാണുന്ന വീക്ഷണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണത് പാളി പെയ്തറിയില്ല. പക്ഷെ ആള് പക്ക ഒരു പറ്റുന്ന മത്സരാർത്ഥിയായിരുന്നു. അപ്പൊ ആള് പറഞ്ഞ സാധനം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. കുറേ പറഞ്ഞ കുറേ സാധനങ്ങളല്ല പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ കമ്മ്യൂണിറ്റീനെതിരെ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞ ആൾക്കല്ല കേൾക്കേണ്ടി വന്നത്, എനിക്കാണ് കേൾക്കേണ്ടി വന്നത് സാധനം. അതിൽ മെയിനിലൊരു വിഷയം വന്നുള്ള സാധനം ആര്യന്റെ വിഷനില് കാണിച്ച സന്തോഷം. സോറി അപ്പാനി ആരും തെറ്റുന്നു. അവിടെ തന്നെ കയ്യിൽ നിന്ന് പോയി. അതിലാണ് അത്രേ അന്ന് കാണിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കിയൊന്നും വരില്ല. അപ്പൊ അങ്ങനെ വന്നില്ലെങ്കിൽ ബാക്കിയൊന്നും വരില്ല. കാരണം അപ്പൊ തന്നെ അതായത് മസ്താൻ എന്ന് പറയുന്ന ആളെ ബിഗ് ബോസ് തീരുമാനിച്ചു ഇവളെ ഇങ്ങനെ ഇനി കാണിച്ചാൽ മതി. ഇതാണ് വേറെ കാര്യം ചെയ്യില്ല. പുള്ളി എന്ന് വെച്ചാല് നോമിനേറ്റ് ചെയ്ത ആൾ വരെ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ അതിൽ ശൈത്യം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പാനിനെ ഉണ്ട്. പക്ഷെ എന്നിട്ട് അപ്പാനി പോകുമ്പോൾ കരയുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിലേക്കല്ല നോമിനേറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കരണ്ടല്ല, ഞാൻ ആൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ക്യാമറയിലും പുറത്തു വന്നത്. പക്ഷെ ആ പറഞ്ഞ സാധനം എത്ര മീറ്ററിൽ വന്നു. അപ്പോ നമ്മളത് പുറത്ത് ആരൊക്കെ എങ്ങനെ ഗെയിം കളിച്ചാലും എവിക്ഷൻ പ്രക്രിയയില് നമുക്കൊരു ഇത് വരും, പുറത്താവാണെന്നുള്ള തോന്നല്. അതെ, പുള്ളിക്കാരത്തി ആലോചിക്കുമ്പോൾ മേ ബി എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു സ്മാർട്ട് ആയിട്ടുള്ള ഗേൾ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം ആൾക്കാരെ എടുക്കുന്നതായിരിക്കാം പുള്ളിക്കാരത്തി ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം അങ്ങനെ അല്ലല്ലോ. ഇത് നമ്മളെല്ലാവരും ഈ പ്രേക്ഷകരെല്ലാരും ഇതങ്ങ് പേഴ്സണൽ ആയിട്ട് എടുക്കും. ഇവളങ്ങ് ശരിയാക്കി തരാം എന്നുള്ളൊരു രീതിയിലേക്ക്. പിന്നെ പറഞ്ഞ ഒനിയലിന്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഞാൻ ആ സാധനം സംസാരിക്കുന്നത് പ്രവീണും പുറത്തു വന്ന് പറഞ്ഞിരുന്നില്ല. അപ്പം ഞാനിത് കോണ്ടന്റ് ആക്കരുതെന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ, ഇതൊരു വിഷയമാക്കരുത്. പക്ഷെ അപ്പോഴത്തേക്ക് അത് ഒന്നിനോട് സംസാരിച്ച രീതി അത് മാറി. അതുകൊണ്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഞാനത് കോണ്ടന്റ് ആക്കി പുറത്തു വിടരുന്ന് പറഞ്ഞത്. പക്ഷെ അത് പുറത്തു വിടാതിരിക്കുമോ, അത് നല്ല കറക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് മറ്റേ നമ്മുടെ സുരാജിന്റെ പറ്റേലാക്കില്ലേ ശരിയാക്കി തരണ. അത് സീസൺ 6 ആരായിരിക്കും? എന്റെ സീസണിലുള്ള ആൾക്കാർ അങ്ങനെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പല്ലായിരുന്നു ആക്ച്വലി, പാമ്പ് പോയിസൺ. നമ്മളെ ഞാനതിനെ കുത്തിത്തിരിപ്പ് നന്ദന പാമ്പ്. നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയിൽ ഓപ്പൺ ആയിട്ട് പറയുന്നല്ലോ. അത് എൻ്റെ അടുത്തേ ഞാനിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ആർമി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും അവരായിട്ട് അത് ആർമി എന്നൊക്കെ പേര് മാറ്റി ഇപ്പൊ സിജോ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഞാൻ അങ്ങനെ പേര് മാറ്റാൻ പറഞ്ഞായിരുന്നു.
അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ നമ്മൾ പേഴ്സണലി ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പറയും സിയോച്ചേട്ടനും സായി ചേട്ടനൊക്കെ പെങ്ങളുട്ടിയായിട്ടേ കണ്ടു, പക്ഷെ പെങ്ങളുട്ടി അവിടെ ഇരുന്നിട്ട് നിങ്ങളായിട്ട് വഴക്കിടുന്ന സമയത്ത് അല്ലാത്തപ്പോഴില്ല, വഴക്കിടുന്ന സമയത്ത് നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ കുറ്റവും അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് അപ്പുറത്ത് ഇപ്പോൾ അഭിഷേകോ ആരണ്ടൊക്കെ ഉണ്ട്, ഞാനത് എപ്പിസോഡ് കാണാത്തപ്പോൾ എനിക്കറിയില്ല, അവരടുത്തൊക്കെ പോയി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതവരെന്ത് ചെയ്യും, വേറൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ ഈ പാമ്പെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചീറ്റുക എന്നുള്ളതാണല്ലോ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ വളർത്ത് മറ്റേ പെറ്റായിട്ട് നമ്മൾ നിൽക്കുന്നു. അവിടെ വരുമ്പോൾ ചീറ്റും. അപ്പോൾ ഇടയ്ക്ക് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ മുന്നിൽ ചീറ്റില്ല, അപ്പുറത്ത് പോയി ചീറ്റി പറഞ്ഞിട്ട് തൂക്കാറുണ്ടോ പുറത്തിറങ്ങിയിട്ട്? അല്ല, ഞങ്ങളത് സംസാരിക്കാറില്ല പുറത്തിറങ്ങിയിട്ട് ആ കാര്യം. ഈ വക ടോപ്പിക്കൊന്നും നമ്മളിങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കാറില്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കളിയാക്കും, അങ്ങോട്ടും കളിയാക്കുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്.